ഇവിടെ ശ്രീ മുരളി പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായിട്ടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നതെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള പ്രവർത്തന ശൈലി രാത്രിയും പകലും പോലുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരെ നേരിടുന്നതിൽ ശ്രീ സുധാകരൻ ഒരു പടക്കുതിരയാണെങ്കിൽ ശ്രീ സണ്ണി ജോസഫ് വളരെ തന്മയത്വത്തോടുകൂടി സമചിത്തത പാലിച്ചുകൊണ്ട് ഒരു ഗാന്ധിയൻ സമീപനത്തോടുകൂടി മാർക്സിസ്റ്റുകാരെ എതിർക്കുന്ന ആളായി. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് അത്രമാത്രം ചാതുര്യമുണ്ട്. ഇവിടെ ശ്രീ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ആഴം, അദ്ദേഹത്തിൻ്റെ സൗമ്യത, അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം നമുക്ക് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് കൈമുതലാണ്. അതുപോലെ തന്നെ 3 വർക്കിംഗ് പ്രസിഡന്റന്മാർ, 3 പേരും ശരിക്കും 2 പേരും പടക്കുതിരകളാണ്, തർക്കമില്ല. ഷാഫി പറമ്പിലും ശ്രീ വിഷ്ണുനാഥും ശ്രീ അനിൽകുമാർ ശ്രീ നമ്മുടെ പ്രസിഡന്റ് സണ്ണി ജോസഫിന് പറ്റിയ ഒരു സഹപ്രവർത്തകരാണ്. 2 പേരും ഏതാണ്ട് ഒരേ പ്രവർത്തന ശൈലിയാണ്, സൗമ്യനാണ്, വളരെ ശാന്തനാണ്. പക്ഷെ പ്രവർത്തനത്തിൽ അങ്ങനെയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും ഈ 2 പടക്കുതിരകളും കൂടി ഈ വളരെ സൗമ്യനും ശാന്തനുമായ ശ്രീ സണ്ണി ജോസഫിനും അനിൽകുമാറിനോടൊപ്പം നമ്മുടെ പാർട്ടിക്ക് നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ നയിക്കുമ്പോൾ നമ്മുടെ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു: ഒരു പടക്കുതിരയെപ്പോലെ ഈ സർക്കാരിനെ എതിർക്കാനുള്ള പോരാട്ടത്തിൽ ഞാനും നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പം 3 പടക്കുതിരകൾ ഒരുമിച്ചുള്ള ഒരു പോരാട്ടം, അതാണ് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇവർക്കെല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുകയാണ്. അതുപോലെ UDF കൺവീനറായ ശ്രീ അടൂർ പ്രകാശ്, അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്. തെരഞ്ഞെടുപ്പുകളിലെല്ലാം വമ്പിച്ച വിജയം നേടിയെടുത്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്ന് മുഴുവൻ 100 സീറ്റാണ് UDF ചെയർമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 101 സീറ്റാക്കി, അദ്ദേഹത്തിൻ്റെ കൂടി സീറ്റാക്കി 101 സീറ്റ് ജയിച്ചു വരാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന ആളുകളാണ്. ഇവർക്കെല്ലാവർക്കും ഒരു പുതിയ ടീം വന്നിരിക്കുന്ന, ഒരു പുതിയ അന്തരീക്ഷം, ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. മുരളി പറഞ്ഞതുപോലെ ഞാൻ അതിന് വ്യാഖ്യാനമൊന്നും നൽകുന്നില്ല, ഒറ്റക്കെട്ടാണ്. കെട്ടുമ്പോൾ ഒന്നും ഒരു ചുള്ളിക്കമ്പ് പോലും പുറത്തു പോകാതെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം കോൺഗ്രസ് പ്രസ്ഥാനത്തെ UDFനെ ബന്ധപ്പെട്ടിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് നമുക്ക് മരിക്കാൻ കഴിയില്ല, നമുക്ക് ജീവൻ നിലനിർത്തണം. പുതുജീവൻ നേടിക്കൊണ്ട് നമുക്ക് അധികാരത്തിൽ വരണം. അതിനുള്ള ഒരു ശക്തമായ മുന്നേറ്റത്തിന് ഈ പുതിയ ടീമിന് കഴിയട്ടെ. എല്ലാവിധ പിന്തുണയും ആശംസകളും നൽകുന്നു. ഒരു കാര്യം കൂടി, ഇവിടെ എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, അതുപോലെ AICC ജനറൽ സെക്രട്ടറി ഇവരൊക്കെ രമേശ് ചെന്നിത്തല. അപ്പം ഞാൻ ഇന്ന് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഞാൻ ഏത് സ്ഥാനത്ത് നിന്നും മാറുമ്പോഴും സംതൃപ്തനായിട്ടാണ് മാറുന്നത്. ഇന്ന് UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഞാൻ പടിയിറങ്ങുമ്പോൾ KPCCയുടെ മുൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ പടി കയറുകയാണ്. ഇനി എന്നെ ആരും മുൻ UDF കൺവീനറെ എന്ന് വിളിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ അറിയപ്പെടുന്നത് ഇന്ന മേൽവിലാസത്തിലാണെന്ന് പറയും പോലെ KPCCയുടെ മുൻ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ്. കുറച്ചുകൂടി നല്ലത് പറയാൻ അതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പടി കയറിക്കൊണ്ട് ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം, ഈ ടീമിനോടൊപ്പം നമ്മളെല്ലാം ഒറ്റക്കെട്ടായി മുന്നേറാം. എല്ലാ ആശംസകളും പുതിയ സണ്ണിയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.